ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 9-ാം അധ്യായം. ശ്രീ ശുക ഉവാച. അധ കസ്യചിദ്വിജവര്യസ്യാംഗിരപ്രവരസ്യ ശമതമദപസ്വാധ്യായാധ്യയനത്യാഗസന്തോഷതിദിക്ഷാപ്രശ്രയ വിദ്യാനസൂയാത്മജ്ഞാനാനന്ദയുക്തസ്യാത്മസദൃശ ശ്രുതശീലചാരരൂപൗദാര്യഗുണ നവസോദര്യ അംഗജ ബഭുവുർമിഥുനം ച യവീയസ്യാം ഭാര്യായാം. ശ്രീ ശുകാചാര്യർ അരുളിച്ചെയ്തു. മൃഗശരീരം ത്യജിച്ചതിൽ പിന്നെ അങ്കിരസ വംശത്തിൽ ഉത്കൃഷ്ടനായ ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ട് ഭരതൻ ജനിച്ചുവെന്ന് കാണിക്കുന്ന ചരിത്രം പറയുന്നു. ആ ബ്രാഹ്മണന് പ്രഥമ ഭാര്യയിൽ 9 പുത്രന്മാരുണ്ടായി. അവരെല്ലാവരും ശമം, ദമം, തപസ്, വിഹിതമായ വേദപാഠം, അതിഥി സത്കാരം, എദൃച്ഛയാ സിദ്ധിക്കുന്നതിൽ സന്തോഷം, സുഖദുഃഖങ്ങളുടെ സഹനം, വിനയം, കർമ്മനിഷ്ഠ, പരന്മാരിൽ അസൂയയില്ലായ്മ, ആത്മജ്ഞാനം, ആനന്ദം എന്നിങ്ങനെയുള്ള ബ്രാഹ്മണ ഗുണങ്ങളുള്ളവരും ശാസ്ത്രാഭ്യാസങ്ങൾക്കനുസരിച്ച വിധം സൗശീല്യം, സദാചാരം, ഔദാര്യം, സൗഭാഗ്യം മുതലായ ഗുണങ്ങൾ തികഞ്ഞവരുമായിരുന്നു. രണ്ടാമത്തെ ഭാര്യയിൽ ഒരു പുത്രനും ഒരു പുത്രിയും ഇങ്ങനെ 2 സന്താനങ്ങളുണ്ടായിരുന്നു. യസ്തു തത്ര പുമാംസ്തം പരമഭാഗവതം രാജർഷി പ്രവരം ഭരതമുത്സൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതമാഹു. ആ 2 സന്താനങ്ങളിൽ പുരുഷ സന്താനമായി ജനിച്ചിരിക്കുന്നവൻ പരമഭക്തനായിരുന്ന ഭരതൻ എന്ന രാജർഷി ശ്രേഷ്ഠൻ മൃഗമായി ജനിച്ച ശേഷം ആ ശരീരത്തെ വെടിഞ്ഞതിൽ പിന്നെ അവസാനത്തെ ജന്മമായിട്ട് ബ്രാഹ്മണനായി ജനിച്ചിരിക്കുകയാകുന്നു. യോഗഭ്രഷ്ടൻ പരിശുദ്ധന്മാരും ശ്രീമാന്മാരുമായവരുടെയോ യോഗികളുടെയോ തന്നെയോ കുലത്തിൽ ജനിക്കും. ഈ മാതിരി ജന്മം കിട്ടുക എന്നത് ലോകത്തിൽ പ്രയാസമാണ്. പൂർവജന്മത്തിൽ ചെയ്ത അഭ്യാസത്തിൻ്റെ ബലമായ വാസന അവനെ യോഗാഭ്യാസത്തിലേക്ക് ആകർഷിക്കും. ആ വിധത്തിൽ അവൻ സിദ്ധനായി ഭവിക്കും എന്ന അർത്ഥമായ ഗീതാവചനപ്രകാരം രാജർഷിയായ ഭരതൻ ഉത്കൃഷ്ടകുലത്തിൽ ബ്രാഹ്മണനായി ജനിച്ചുവെന്ന് കാണിച്ചിരിക്കുന്നു. തത്രാപി സ്വജനസംഗാച ഭൃശമുദ്ധിജമനോ ഭഗവതഃ കർമ്മബന്ധവിധ്വംസന ശ്രവണ സ്മരണ ഗുണവിവരണ ചരണാരവിന്ദയുഗളം മനസാ വിദദാത്മനഃ പ്രതിഘാതമാശങ്കമാനോ ഭഗവദ് അനുഗ്രഹേണാനുസ്മൃത സ്വപൂർവജന്മാവലിരാത്മാനമുന്മത്ത ജഡാന്തബധിരസ്വരൂപേണ ദർശയാമാസ ലോകസ്യ. ആ ജന്മത്തിലും സ്വജനങ്ങളോട് കൂട്ടുകെട്ടുണ്ടാക്കുമോ എന്ന് അത്യന്തം ഭയപ്പെട്ടു. ഭഗവാന്റെ ചരിതങ്ങളെ കേൾക്കുക, സ്മരിക്കുക, ഗുണങ്ങളെ വിവരിക്കുക, ചരണാരവിന്ദയുഗളത്തെ മനസ്സാ ധ്യാനിക്കുക എന്നിവ ചെയ്തുകൊണ്ടിരുന്നു. ഇതുകൊണ്ട് മാത്രമേ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ ഏർപ്പെട്ടാൽ ആത്മനാശമാണ് ഫലമെന്ന് നിശ്ചയിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതിനു മുമ്പ് കഴിഞ്ഞ എല്ലാ ജന്മങ്ങളും അതിൽ നേരിട്ട സ്ഥിതിഭേദങ്ങളും ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ജനസംഘം കൂടാതെ കഴിപ്പാൻ ഭ്രാന്തൻ, ജഡൻ, അന്ധൻ, ബധിരൻ എന്നിവരുടെ മട്ടിൽ ലോകത്തിൽ സഞ്ചരിച്ചു. തസ്യാഭിഹ വാ ആത്മജസ്യ വിപ്രഹ പുത്രസ്നേഹാനുബന്ധമന ആസമാവർത്തനാത് സംസ്കാരാൻ യഥോപദേശം വിദദാന ഉപനീതസ്യ ച പുനഃശൗചാചമനാദീൻ കർമ്മനിയമാനഭിപ്രേതാനഭി സമശിക്ഷേദനുശിഷ്ടേന ഹി ഭാവ്യം പിതു പുത്രേണേതി. ബ്രാഹ്മണൻ പുത്രസ്നേഹത്താൽ അനുബന്ധിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് ആ പുത്രനും ശാസ്ത്രരീതിയെ അനുസരിച്ച് സമാവർത്തനം വരെയുള്ള സംസ്കാരങ്ങൾ ചെയ്യിച്ചു. ജഡനായതിനാൽ വിവാഹത്തിന് അധികാരമില്ലെന്ന് നിശ്ചയിച്ച് അത് നടത്തിയില്ല. ഉപനീതനായ അവനെ ശൗചം, ആചമനം എന്നിവക കർമ്മങ്ങൾ അഭ്യസിപ്പിച്ചു. പുത്രന് ആ വക കർമ്മങ്ങൾ പഠിക്കണമെന്ന അഭിപ്രായമില്ലെന്നിരിക്കലും പുത്രനെ പിതാവ് അനുശാസിക്കേണ്ടതാണല്ലോ എന്ന വിചാരത്താൽ അഭ്യസിപ്പിച്ചു. സചാവി തതുഹ പിതൃസന്നിധാവേവാസദ്രീചീനമിവ സ്മ കരോതി ഛന്ദാംസ്യധ്യാപയിഷ്യൻ സഹ വ്യാഹൃതിഭിഃ സപ്രവണശിരസ്ത്രിപദീം സാവിത്രീം ഗ്രൈഷ്മവാസന്തികാൻ മാസാനദീയാനം അപ്യസമവേദരൂപം ഗ്രാഹയാമാസ. അവനാകട്ടെ
പിതൃസന്നിധിയിൽ വെച്ച് തന്നെ പിതാവ് പഠിപ്പിച്ചതെല്ലാം നല്ലതെന്നുള്ള അഭിപ്രായമുള്ളവനെന്ന് പ്രകാശിപ്പിക്കുന്ന മട്ടിൽ അവയെ അനുഷ്ഠിച്ചു. വേദവ്രതം കഴിഞ്ഞാൽ ശ്രാവണാവസരത്തിലും ഗ്രീഷ്മം വസന്തം എന്ന 2 ഋതുക്കളാകുന്ന 4 മാസങ്ങളിലും വേദങ്ങൾ അഭ്യസിപ്പിച്ചിട്ടും സ്വരം പിഴയ്ക്കാതെ വ്യാഹൃതികളോടും പ്രണവത്തോടും കൂടി വേദശിരസ്സായ ഗായത്രി ഉച്ചരിപ്പാൻ പോലും വേണ്ടവിധം ഗ്രഹിപ്പിക്കുവാൻ സാധിച്ചില്ല. ഏവം സ്വതനുജ ആത്മന്യനുരാഗാവേശിത ചിത്ത ശൗചാധ്യയന വ്രതനിയമഗുർവനല ശുശ്രൂഷണാദി ഔപകുർവാണ കർമ്മണ്യാനഭിയുക്താന്യപി സമനുശിഷ്ടേന ഭാവ്യമിത്യ സദാഗ്രഹഃ പുത്രമനുശാസ്യ സ്വയം താവദനധിഗതമനോരഥഃ കാലേന പ്രമത്തേന സ്വയം ഗൃഹ ഏവ പ്രമത്ത ഉപസംഹൃതഃ. ഇപ്രകാരം ആത്മഭൂതനായ സ്വപുത്രനിൽ അത്യന്താനുരാഗം മനസ്സിലുണ്ടായതിനാൽ ശൗചം, അധ്യയനം, വ്രതം, നിയമം, ഗുരുശുശ്രൂഷ, അഗ്ന്യാരാധനം എന്നീ കർമ്മങ്ങൾ അഭ്യസിപ്പിച്ചിട്ടും പഠിക്കുന്നില്ലെന്ന് കണ്ടുവെങ്കിലും പിതാവ് പുത്രനെ അനുശാസിക്കേണ്ടതാണല്ലോ എന്നുള്ള നിർബന്ധത്തെ വെച്ചുകൊണ്ട് പണിപ്പെട്ടുവെങ്കിലും സ്വമനോരഥം സാധിച്ചില്ല. അങ്ങനെയിരിക്കുമ്പോൾ ആർക്കും അതിക്രമിപ്പാൻ കഴിയാത്തതായ കാലവേഗത്താൽ പിതാവ് ഗൃഹത്തിൽ വസിക്കുന്ന കാലത്തു തന്നെ മരിക്കുകയും ചെയ്തു. ആത്മാവിനെ അറിയുന്ന കാര്യത്തിൽ മനസ്സിരുത്താതെ തന്നെ ആയുഷ്കാലം അവസാനിച്ചു. അദയവീയസി ദ്വിജസതി സ്വഗർഭജാതം മിഥുനം സപത്ന്യ ഉപന്യസ്യ സ്വയമനുസംസ്ഥയ പതിലോകമഗാത്. അനന്തരം 2ാമത്തെ പത്നിയായ ബ്രാഹ്മണ പതിവ്രത തൻ്റെ 2 സന്താനങ്ങളെ പ്രഥമ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് സതീധർമ്മം അനുസരിച്ച് ഭർത്താവിനോടുകൂടി മരിച്ചു ഭർതൃലോകത്തെ പ്രാപിച്ചു. പിതര്യുപരതേ ഭ്രാതര ഏന മതപ്രഭാവ വിദ്യസ്ത്രയ്യാം വിദ്യായാമേവ പര്യവസിതമതയോ ന പരവിദ്യായാം ജഡമതിരിതി ഭ്രാതുരനുശാസന നിർബന്ധാത് ന വൃത്സന്ത. പിതാവ് മരിച്ചപ്പോൾ മറ്റു സഹോദരന്മാർ ഇവൻ്റെ പ്രഭാവം അറിയുന്നവരായിരുന്നില്ല. അവർക്ക് വേദത്തിൽ കാണുന്ന കർമ്മവിഷയങ്ങളിൽ മാത്രമായിരുന്നു പരിശ്രമം. ആത്മവിദ്യയിൽ ശ്രദ്ധയുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് ഇവൻ ജഡനാണെന്ന് നിശ്ചയിച്ചു. അവനെ നിർബന്ധിക്കുന്നതിൽ നിന്ന് നിവൃത്തന്മാരായി. അവനെ വേദാദികൾ അഭ്യസിപ്പിക്കേണ്ട എന്ന് നിശ്ചയിച്ചു എന്ന അഭിപ്രായം. സജ പ്രാകൃതേർ ദിവത പശുഭിരുന്മത്ത ജഡബധിരേത്യഭി ഭാഷ്യമാണോ യഥാ തദനുരൂപാണി പ്രഭാഷതേ കർമാണി ച സ കാര്യമാണഃ പരേച്ഛയാ കരോതി വിഷ്ടിതോ വേദനതോ വാ യാഞ്ചയാ യദൃച്ഛയാ വോപസാദിതമൽപം ബഹുമൃഷ്ടം കദന്നം വാഭ്യവഹരതി പരം നേന്ദ്രിയ പ്രീതിനിമിത്തം. നിത്യനിവൃത്തനിമിത്ത സ്വസിദ്ധവിശുദ്ധാനുഭവാനന്ദ സ്വാത്മലാഭാധിഗമ സുഖദുഃഖയോർദ്വന്ദ്വനിമിത്തയോരസംഭാവിത ദേഹാഭിമാനഃ. വിവേകശൂന്യന്മാരായും പശുപ്രായന്മാരുമായിരിക്കുന്ന പ്രാകൃതജനങ്ങൾ ഇവൻ ഭ്രാന്തൻ, ജഡൻ, ബധിരൻ എന്നിങ്ങനെ പറയുമ്പോൾ ആ മാതിരിക്കാരെ പോലെ തന്നെ സംസാരിക്കും. ചിലർ അവനെക്കൊണ്ട് ബലാത്കാരേണ പ്രവൃത്തിയെടുപ്പിക്കും. അവരുടെ നിർബന്ധം അനുസരിച്ച് പ്രവർത്തിക്കും. കൂലി നിശ്ചയിക്കാതെ അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ച ശേഷം അവർ സ്വയമേവ മനസ്സാ വല്ലതും കൊടുക്കും. അതുകൊണ്ട് ദിവസം കഴിക്കും. ചിലപ്പോൾ കൂലി നിശ്ചയിച്ച് പണിയെടുക്കും. അതുകൊണ്ടും ശരീരനിർവാഹത്തിനായി ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ യാചിക്കും, ചിലപ്പോൾ എതിർച്ചയാ ലഭിക്കുന്നത് ഭക്ഷിക്കും. അല്പമായാലും അധികമായാലും ശുദ്ധമായാലും അശുദ്ധമായാലും ഭക്ഷിക്കും. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുവാനല്ല, ശരീരനിർവഹണത്തിനു വേണ്ടി മാത്രമാണ് ആഹാരം കഴിച്ചിരുന്നത്. എപ്പോഴുമുള്ളതും കാരണത്തോട് കൂടാത്തതും സ്വതേ സിദ്ധിച്ചിരിക്കുന്നതുമായ വിശുദ്ധാനന്ദൻ തന്നെ ആത്മസ്വരൂപം എന്നുള്ള അനുഭവമുണ്ടായതിനാൽ സുഖദുഃഖങ്ങൾ നിമിത്തം ദേഹാഭിമാനം ഉണ്ടാകത്തതായി നിർവികൽപ്പ സമാധി നില ആ മഹാനു സിദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കാതിരിക്കുന്നത്. ശീതോഷ്ണവാതവർഷേഷു വൃഷ ഇവാനാവൃതാംഗ പീന സംഹനനാംഗ സ്ഥണ്ഡിലസംവേശനം അനുർമർദ്ദനം അമജ്ജനം രജസ മഹാമണി ഇവാനഭി വ്യക്തബ്രഹ്മവർച്ചസഃ കുബടാവൃതകടിരൂപ വിധേനോരുമഷിണ ദ്വിജാതിരിതി ബ്രഹ്മബന്ധുരിതി സപ്നായ തജ്ഞാനജനാവമതോ വിചചാര.
തണുപ്പ്, ചൂട്, കാറ്റ്, മഴ എന്നീ അവസ്ഥാഭേദങ്ങളെ ഗണിക്കാതെ കാളയെന്ന പോലെ ശരീരാവരണത്തോടു കൂടാതെയും തടിച്ചും ബലമുള്ള അവയവങ്ങളോടു കൂടിയും ഇരിക്കുന്ന ആ മഹാൻ നിലത്തു കിടപ്പ്, തേച്ചുകുളിയില്ലായ്മ എന്നിവ നിമിത്തം ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മാലിന്യത്താൽ കടഞ്ഞു ചളി കളയാത്തതായ മഹാരത്നമെന്ന പോലെ പുറമേ പ്രകാശിക്കാതിരിക്കുന്ന ബ്രഹ്മ തേജസ്സോടു കൂടിയിരിക്കുന്നു. കുൽസിതമായ വസ്ത്രം അരയിൽ ചുറ്റിയിരിക്കും. മലിനമായ പൂണൂൽ കണ്ടിട്ട് ആ മഹാന്റെ പ്രഭാവമറിവാൻ അശക്തന്മാരായ ജനങ്ങൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ച ഒരു വൃത്തിഹീനൻ എന്നിങ്ങനെ പരിഹസിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്നതിൽ അസഹ്യത ലേശവും കൂടാതെ സഞ്ചരിച്ചു. യഥാതു പരത ആഹാരം കർമ്മവേദനത ഈഹമാനഃ സോ ഭ്രാതൃഭിരപി കേദാരകർമ്മണി നിരൂപിതസ്തദപി കരോതി കിന്തുന സമം വിഷമം ന്യൂനമധികമിതി വേദകണപിന്യാഗബലീകരണ കുൽമാഷസ്ഥാലി പുരീഷാദീന്യപ്യമൃതവദഭ്യവഹരതി. അന്യർക്ക് പണി ചെയ്തു കൊടുത്ത് കിട്ടുന്ന കൂലി കൊണ്ട് ആഹാരം കഴിപ്പാൻ ഇച്ഛിച്ചു പുറപ്പെടുന്ന ചില അവസരത്തിൽ ജ്യേഷ്ഠന്മാർ കൃഷിസ്ഥലത്തിൽ പ്രവൃത്തിയെടുക്കുക, ഞങ്ങൾ ആഹാരം തരാമെന്ന് പറഞ്ഞ് പ്രവൃത്തിയിൽ ഏർപ്പെടുത്തും. ആ പ്രവൃത്തിയും ചെയ്യും. അവനാകട്ടെ ആത്മാവിൽ നിമഗ്നനായിരിക്കയാൽ കൃഷിസ്ഥലം താണതോ ഉയർന്നതോ ഇവിടെ വളമിടാമോ ഇട്ടുകൂടയോ എന്നുള്ള സംഗതികളൊന്നും അറിഞ്ഞിരുന്നില്ല. സമവിഷമാവസ്ഥകളെ അറിവാനുള്ള മനസ്സ് ആത്മാനന്ദത്തിൽ നിമഗ്നമായതുകൊണ്ടാണ് ഈ വിധം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവർ എന്തു കൊടുത്താലും അമൃതമെന്ന പോലെ അതിനെ ഭക്ഷിക്കും. പൊടിയരിയോ എണ്ണയെടുത്തു കഴിഞ്ഞ ശേഷമുള്ള സാധനമായ പിണ്ണാക്കോ ഉമിയോ പുഴു തിന്നുപോയിരിക്കുന്ന ഉഴുന്നിൻ്റെ തൊണ്ടോ കരിഞ്ഞ അന്നമോ എന്തു കൊടുത്താലും അവയുടെ ഗുണദോഷങ്ങൾ നോക്കാതെ ഭക്ഷിക്കും. അത കഥാചിത് കശ്ചിത് ഋഷള പതിർ ഭദ്രകാള്യൈ പുരുഷ പശു ആലപദാപത്യ കാമഹ. അങ്ങനെയിരിക്കുമ്പോൾ ഒരിക്കൽ ശൂദ്രന്മാരുടെ അധിപനായ ഒരുവൻ സന്താനത്തെ ആഗ്രഹിച്ചും കൊണ്ട് ഭദ്രകാളിക്കൊരു പുരുഷനെ ബലി കൊടുപ്പാനായി പുറപ്പെട്ടു. തസ്യഹ ദൈവമുക്തസ്യ പശോ പദവീം തദനുചരാഹ പരിതാവന്തോ നിശീതസമയേ തമസാവൃതായാമനദി ഗതവശവ ആകസ്മികേന വിധിന കേദാരാൻ വീരാസനേന മൃഗവരാഹാദിഭ്യ സംരക്ഷമാണം അങ്കിരപ്രവരസുതമഭവിഷ്യൻ. ഭദ്രകാളിക്ക് ബലികൊടുപ്പാനായി പിടിച്ചുകൊണ്ടുപോകുന്ന പുരുഷൻ ഭരണഭീതി നിമിത്തം ഓടിപ്പോവാൻ ശ്രമിച്ചു. ദൈവാനുഗ്രഹത്താൽ അവന് സാധിക്കുകയും ചെയ്തപ്പോൾ ശൂദ്രപ്രഭുവിൻ്റെ അനുചരന്മാർ ഓടിപ്പോയവനെ കണ്ടുപിടിപ്പാനായി ശ്രമിച്ചു. രാത്രിയിൽ അന്ധകാരം എങ്ങും നിറഞ്ഞിരിക്കുന്ന പാതിരാത്രി സമയത്തിൽ അവർക്കവനെ കണ്ടുപിടിക്കുവാൻ സാധിക്കാതെ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്തിൽ മാനുകൾ, പന്നികൾ മുതലായ കാട്ടുമൃഗങ്ങളിൽ നിന്ന് കൃഷിരക്ഷ ചെയ്യുവാനായി അറിയപ്പെടുവാൻ കഴിയാത്തതായ അദൃഷ്ടത്താൽ നിയമിക്കപ്പെട്ടവനും വീരാസനത്തിൽ ഇരിക്കുന്നവനും അങ്കിരസുകളിൽ ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ്റെ പുത്രനുമായ ഈ ഭരതനെ അവർ കണ്ടുമുട്ടി. അത ഏനമനവദ്യലക്ഷണം അവമൃശ്യ ഭർതൃകർമ്മ നിഷ്പത്തിം മന്യമാന ബദ്ധ്വാ രചനയാ ചണ്ഡികാഗൃഹമുപനിന്നുർമുദ വികസിതവദനാഹ. ഉടനെ അവർ ഇവൻ ലക്ഷണം തികഞ്ഞ ഒരുവൻ എന്ന് കണ്ടപ്പോൾ സ്വാമികാര്യം ഇവനെക്കൊണ്ട് സാധിക്കാമെന്നുറച്ച് കയറിട്ട് കെട്ടി സന്തോഷാധിക്യത്താൽ മുഖപ്രസാദത്തോടുകൂടി കാളീക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അധപ്പണയസ്തം സ്വവിധിനാഭിഷിച്യാഹതേന വാസസാച്ഛാദ്യ ഭൂഷണാലേപസ്രക്തിലകാദിവിരൂപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യലാജകിസലയാങ്കുര ഫലോപഹാരോപേതയ വൈശസംസ്ഥയ മഹത ഗീസസ്തുതി മൃദംഗപ്പണവഘോഷേണ ച പുരുഷപശൂം ഭദ്രകാള്യാഃ പുരത ഉപവേശയാമാസു. അനന്തരം അവിടെ പുരോഹിതസ്ഥാനം വഹിച്ചിരിക്കുന്ന ശൂദ്രന്മാർ അവരുടെ സമ്പ്രദായപ്രകാരം ഇവനെ സ്നാനം ചെയ്യിച്ചു, കോടിവസ്ത്രം ധരിപ്പിച്ചു, അലങ്കാരങ്ങൾ അണിയിച്ചു, ചന്ദനം, കുങ്കുമം, മാല മുതലായ മംഗളപദാർത്ഥങ്ങൾ ധരിപ്പിച്ചു, മൃഷ്ടാന്നം നൽകി. പുരുഷപശുവിനെ ഭദ്രകാളിക്ക് ബലി കൊടുക്കുന്ന വിശേഷാവസരങ്ങളിൽ നടത്താറുള്ള മഹാപൂജയ്ക്ക് വേണ്ടുന്ന ധൂപം, ദീപം, മാല, മലർ, ഇളം തളിരുകൾ, ധൂർവാദികൾ, പഴം മുതലായ നൈവേദ്യങ്ങൾ ഇവ സമർപ്പിച്ചു. പാട്ട്, സ്തുതി, മൃദംഗം, പണവം എന്നീ വാദ്യങ്ങളോടുകൂടി ഭദ്രകാളിയുടെ മുൻഭാഗത്ത് കൊണ്ടു ചെന്നിരുത്തി. അത വൃഷളരാജപണിഹി പുരുഷ പശോരസൃഗാസവേന ദേവീം ഭദ്രകാളീം യക്ഷ്യമാണസ്തദപി മന്ത്രിത
അതികരാള നിശിതമുപാദതേ. ശൂദ്രപുരോഹിതൻ പുരുഷരൂപമായ പശുവിൻ്റെ രക്തമാകുന്ന മദ്യത്താൽ ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്തുവാൻ ഒരുങ്ങിയിട്ട് ഭദ്രകാളി മന്ത്രം ഉച്ചരിച്ച് ശുദ്ധമാക്കിയ മൂർച്ചയുള്ള ഭയങ്കരമായ വാൾ കയ്യിലെടുത്തു. ഇതി തേഷാം വൃഷളാനാം രജസ്തമ പ്രകൃതീനാം ധനമദരജ ഉത്സിക്തമനസാം ഭഗവത് കലാവീരകുലം കദർത്തീകൃത്യോത്പദേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണാം കർമാതിദാരുണം യത് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃദഃ സൂനായാമപ്യനുമതമാലംബനം തതുപലഭ്യ ബ്രഹ്മതേജസാദിദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷ സഹസോച്ചചാട സൈവ ദേവി ഭദ്രകാളി. രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും വികൃതികൾക്കതീതന്മാരും ധനം നിമിത്തമുണ്ടായ മതത്താൽ മര്യാദയെ അതിക്രമിച്ചിരിക്കുന്ന മനോഭാവത്തോടു കൂടിയവരുമായ ആ ശൂദ്രന്മാർ ഹിംസയിൽ അതിസന്തോഷത്തോടുകൂടി ഭഗവാന്റെ അംശത്തോടുകൂടിയ ഉത്കൃഷ്ട ബ്രഹ്മകുലത്തെ തുച്ഛമാക്കിക്കൊണ്ട് സാക്ഷാൽ ബ്രഹ്മർഷിയുടെ പുത്രനും ആരിലും വൈരമില്ലാതെ സർവ്വഭൂതങ്ങളുടെയും ഹിതചിന്തകനും ബ്രഹ്മമായി ഭവിച്ചിരിക്കുന്നവനുമായ ആ ബ്രാഹ്മണൻ്റെ നേർക്ക് കാട്ടുന്നതായ അതിഭയങ്കര കർമ്മം ആപത്തുകാലത്തുകൂടി അനുവദിച്ചിട്ടില്ലാത്തതായ വധത്തിനായിക്കൊണ്ടുള്ള ഭാവം കണ്ടിട്ട് അസഹ്യമായ ബ്രഹ്മതേജസ്സിനാൽ അത്യന്തം ദഹിക്കുന്ന ശരീരത്തോടുകൂടിയ ആ ദേവി ഭദ്രകാളി പെട്ടെന്ന് ബിംബത്തിൽ നിന്ന് സാക്ഷാത്തായി വെളിക്ക് പുറപ്പെട്ടു. ഭൃശം അമർഷരോഷാവേശരവസവിലസിത ഭ്രൂകുടി വിടവ കുടില ദംഷ്ട്രാരുണേക്ഷണാടോപാധി ഭയാനക വദന ഹന്തു കാമവേദം മഹാട്ടഹാസമതിസംരംഭേണ വിമുഞ്ചന്തി തത ഉത്പത്യ പാപീയസാം ദുഷ്ടാനാം തേനൈവാസിന വികൃഷ്ണശീർഷണാം ഗളാത് സ്രവന്തം അസൃഗാസമവത്യുഷ്ണം സഹഗണേന നിബീയാദിപാനമദവിഹ്വലോച്ചൈസ്തരാം സ്വപാർഷദൈ സഹജഗൗ നനർദച വിജഹാരജ ശിര കന്തുകലീലയ. ബ്രാഹ്മണവധരൂപമായ അവരുടെ അപരാധം നിമിത്തവും സ്വശരീരതാപം നിമിത്തവുമുണ്ടായ ക്ഷമയില്ലായ്മയുടെയും ക്രോധത്തിൻ്റെയും വ്യാപ്തി നിമിത്തം പുരികങ്ങളെ ചലിപ്പിച്ചും വളഞ്ഞിരിക്കുന്ന ദംഷ്ട്രകളെ പ്രകാശിപ്പിച്ചും ചുവന്നിരക്കുന്ന കണ്ണുകളെ ചലിപ്പിച്ചും കൊണ്ട് മഹാഭയത്തെ ജനിപ്പിക്കുന്ന മുഖത്തോടുകൂടിയ ആ ഭദ്രകാളി ഈ ലോകത്തെ ദഹിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നുവോ എന്ന് തോന്നുമാറ് മഹാശബ്ദത്തെ പുറപ്പെടുവിച്ച ശേഷം ഒരു ചാട്ടത്താൽ മഹാപാപികളായ ആ ദുഷ്ടന്മാരുടെ ശിരസ്സുകളെ ആ വാളുകൊണ്ടു തന്നെ ഛേദിച്ചപ്പോൾ കണ്ടത്തിൽ നിന്ന് ഒഴുകുന്ന രക്തമാകുന്ന മദ്യത്തെ ചൂടോടുകൂടി സ്വഗണ ദേവതകളോടുകൂടി പാനം ചെയ്തിട്ട് മതിച്ചിരിക്കുന്ന ഗണങ്ങളോടുകൂടി പാട്ടുപാടുകയും കളിക്കുകയും കൂത്താടുകയും ആ ദുഷ്ടന്മാരുടെ ശിരസ്സുകളെടുത്ത് പന്താടുകയും ചെയ്തു. ഏവമേവ ഖലു മഹദഭിചാരാതിക്രമഃ കാൽസ്യന്യേനാത്മനെ ബലതി. ഇപ്രകാരം തന്നെയാണല്ലോ മഹാന്മാരിൽ പ്രവർത്തിക്കുന്ന അതിക്രമം മുഴുവനും പ്രയോഗിച്ചവനു തന്നെ ബാധിക്കാറുള്ളത്. നവാ ഏതത് വിഷ്ണുദത്ത മഹദദ്ഭുതം യഥസംബ്രഹ്മഃ സ്വശിരശ്ചേതന ആപതിദേവി വിമുക്തദേഹാദ്യാത്മഭാവ സുദൃഢഹൃദയഗ്രന്ഥിനാം സർവസത്വസുഹൃദാത്മനാം നിർവൈരാണാം സാക്ഷാത് ഭഗവതാ നിമിഷാരിവരായുധേന പ്രമത്തേന തൈസ്തൈർഭാവൈഹി പരിരക്ഷ്യമാണാനാം തത്പാദമൂലമകുതശ്ചിദ്ഭയമുപസൃതാനാം ഭാഗവത പരമഹംസാനാം. അല്ലയോ പരീക്ഷിത്തു മഹാരാജാവേ, മരണം അടുത്തിരിക്കുമ്പോഴും സംഭ്രമമില്ലാതെയും വധിപ്പാൻ ഭാവിക്കുന്നവരിൽ ക്രോധിക്കാതെയും ഇരുന്നു എന്നത് ആശ്ചര്യമായിട്ട് കരുതേണ്ട. ദേഹേന്ദ്രിയാദികളിൽ ആത്മാഭിമാനം തീരെ ഇല്ലാതെ വന്നതിനാൽ ഹൃദയഗ്രന്ഥിയുടെ മൂലനാശം സംഭവിച്ചതുകൊണ്ട് സർവപ്രാണികളുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആത്മാവായി തന്നെ ഭവിച്ചിരിക്കുന്ന അവർ സർവസുഹൃത്തുക്കളാകുന്നു എന്നു മാത്രമല്ല, സാക്ഷാൽ ഭഗവാൻ കാലസ്വരൂപമായ തൻ്റെ ചക്രായുധത്താൽ അതതവസ്ഥകൾക്ക് സമുചിത ഭാവങ്ങളെ ആശ്രയിച്ചിട്ട് സ്വഭക്തന്മാരെ സർവാപത്തുകളിൽ നിന്നും പരിപാലിക്കുന്നതിൽ ജാഗരൂകനായിരിക്കുന്നുമുണ്ട്. യാതൊരു ഭയത്തിനും എത്തുവാൻ സാധിക്കാത്തതായ ഭഗവത് പാദമൂല്യത്തെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന പരമഭക്തന്മാരായ പരമഹംസന്മാരെ സംരക്ഷിപ്പാൻ സർവാന്തര്യാമിയായ ഭഗവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഭദ്രകാളി, സുദർശന ചക്രം മുതലായവയെല്ലാം ഭഗവാന്റെ രൂപാന്തരങ്ങളാകയാൽ
ഇപ്പോൾ രക്ഷിച്ചതും ഭഗവാൻ തന്നെ എന്നറിഞ്ഞുകൊള്ളുക. മാതൃഗർഭത്തിൽ ബ്രഹ്മാസ്ത്രത്താൽ ദഹിപ്പിക്കപ്പെടുന്ന അങ്ങയെ ആ ഭഗവാനല്ലയോ രക്ഷിച്ചതെന്നോർത്താൽ അങ്ങയ്ക്ക് ആശ്ചര്യം തോന്നുവാൻ അവകാശം ഇല്ലെന്നു കാണിക്കുന്നു. 9-ാമത്തെ അധ്യായം സമാപിച്ചു. 10-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.